ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗത്തായിട്ട് ഒരു സംസാരം നടക്കുന്നുണ്ട്. വൈൽഡ് കാർഡുകളായിട്ട് വന്നിട്ടുള്ള ആളുകൾ ഹൗസിനകത്ത് വരുത്തിയിട്ടുള്ള ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഡിഫറൻസുകൾ, അതിനെപ്പറ്റിയാണ് ആര്യനും ജിസേലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സംസാരത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ നമ്മുടെ ഗെയിം അപ്പാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഫസ്റ്റ് മന്തിൽ ഇത്രയും, സെക്കൻഡ് മന്തിൽ ഇത്രയും, തേർഡ് മന്തിൽ ഇത്രയും. ഓൾവേസ് ബി ഹാപ്പി. എന്നോട് ബിഗ് ബോസ് ലാലേട്ടനും എപ്പോഴും തമാശയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ എൻ്റെ ഫോർട്ട് വിട്ട് കളിച്ചിട്ടില്ല. അപ്പാനി ഓൾസോ സെഡ്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ ആക്ടിങ് കരിയർ ഒക്കെ നെഗറ്റീവായി പോയി എന്ന് വയൽക്കാട് പറഞ്ഞ രീതിയിലൊക്കെ ആര്യൻ പറയുന്നുണ്ട് കേട്ടോ ജിസേലിൻ്റെ അടുത്ത്. ഈ സമയത്ത് ജിസേൽ പറയുന്നുണ്ട് ഷാനവാസും വളരെ അപ്സെറ്റ് ആണ്, വയൽക്കാട് എന്തോ പറഞ്ഞിട്ട് അപ്സെറ്റ് ആയി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്ന രീതിയിൽ ജിസേൽ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ആര്യൻ പറയുന്നുണ്ട്, മസ്താനി ആര്യനോട് പറഞ്ഞത്രേ, നിന്നെ പുറത്ത് കട്ട നെഗറ്റീവ് ആക്കിയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, നീ വള്ളിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞതായിട്ട് ആര്യം പറയുന്നുണ്ട്. എന്നിട്ട് ആര്യം പറയുവാണെ, വള്ളിയായിട്ട് ആണെങ്കിലും എന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന്. എൻ്റെ അടുത്ത് വൈൽഡ് കാർഡുകളുടെ ഗെയിം ഒന്നും നടക്കില്ല എന്ന രീതിയിലൊക്കെ ആര്യൻ ജിസേലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു വമ്പൻ വെളിപ്പെടുത്തൽ തന്നെയാണ്. പുറത്തെ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഷോയുടെ പുറത്തെ റെസ്പോൺസ്, ഇതിനെപ്പറ്റി ഒന്ന് ഹൗസിനകത്ത് പറയരുത് എന്ന് ബിഗ് ബോസ് കർക്കശമായി പറഞ്ഞിട്ട് പോലും മസ്താനി ആ ഒരു റൂള് ലംഘിച്ചു. ആര്യൻ നെഗറ്റീവ് ആണ് എന്ന വിവരം ആര്യന്റെ തന്നെ ചെവിയിലേക്ക് എത്തിച്ചു. അതേപോലെ തന്നെ അപ്പാനിയുടെ ചെവിയിലേക്കും ഷാനവാസിന്റെ ചെവിയിലേക്കും ഒക്കെ ഓരോ കാര്യങ്ങൾ എത്തിച്ചു. അതൊക്കെ മസ്താനി ആണോ എന്നുള്ള കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ല. വയൽക്കാട് 5 പേരാണല്ലോ വന്നത്, അവരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം. ലാലേട്ടൻ വരുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായി പരിശോധിച്ച് മസ്താനിക്കും പിന്നെ ഈ പുറത്തെ വിവരകത്തേക്ക് എത്തിച്ച ഈ ഏജന്റുമാരുണ്ടല്ലോ, അത് ആരൊക്കെയാണെങ്കിലും അവർക്ക് നല്ല 7ന്റെ പണി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇങ്ങനെ ഒരു കാര്യം ഈ സീസണിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എത്രയും രസമുള്ളൊരു സീസണായി ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തെ കാര്യം അകത്തെത്തിച്ച് മത്സരാർത്ഥികൾ ഗെയിം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോയുടെ ഒരു രസം തന്നെ അങ്ങ് പോയി. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട്